മേക്കിങ്ങിൽ എന്ത് മാറ്റമാണ്, ടെക്നിക്കലി മാറ്റമാണ് ഈ സിനിമയിൽ പരീക്ഷിച്ചിരിക്കുന്നത്? അല്ല, ബേസിക്കലി എൻ്റെ കരിയറിൽ ഇത്തരത്തിലൊരു സിനിമ ആദ്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഹൊറർ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഹൊറർ സിനിമ എൻ്റെ കരിയറിൽ ആദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറ ഒരു ഷോട്ടിൽ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള മിക്ക സീനുകളിലും നമ്മൾ ഈ പ്രസൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന സീനുകളിലെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു മാസ്റ്റർ ഷോട്ടെങ്കിലും ഒരു അമാനുഷികമായ ഒരു ആംഗിളിൽ നിന്ന് കവർ ചെയ്യുക. അതായത് വേറെ ഒരാളുടെ പെർസ്പെക്റ്റീവ്, ഒരു മനുഷ്യന് കാണാൻ പറ്റാത്തൊരു പെർസ്പെക്റ്റീവ് എന്നൊരു മാസ്റ്റർ ഷോട്ട് കവർ ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇതൊന്നും സിനിമ കാണുമ്പോൾ അതാണ് ആ ഷോട്ട് എന്ന് സ്പോട്ട് ചെയ്യരുത്. ഐ മീൻ, അങ്ങനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ്സ് ബാഡ് ഫിൽം മേക്കിംഗ്. ഭയം ശരിക്കും സൃഷ്ടിക്കപ്പെടുന്നത് എന്ത് കണ്ട് ഭയപ്പെടുന്നു എന്ന് കാണിക്കുമ്പോഴല്ല, എന്തോ കണ്ട് ഭയപ്പെടുന്ന അഭിനേതാവിൻ്റെ ഭയം പ്രേക്ഷകൻ കാണുമ്പോഴാണ്. അതാണ് ആക്ച്വൽ ഫിയർ ഫാക്ടർ. നമ്മൾ ഒരു സാധനം കണ്ടൊരാൾ പേടിക്കുമ്പോൾ ഈ പേടിക്കുന്ന ആളുടെ മുഖമാണ് പ്രേക്ഷകനെ കൂടുതൽ പേടിപ്പിക്കുന്നത്. പിന്നീട് അയാൾ എന്ത് കണ്ടു എന്നുള്ളത് ഓഫ്കോഴ്സ്, അപ്പം നമ്മളത് ഫിലിം ചെയ്യുമ്പോഴും അതിനെപ്പറ്റി നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്, അതിനേക്കാൾ ആക്ച്വലി ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു പ്രൈമറി ലെസൺ. ഇത് ആക്ച്വലി ഇപ്പം ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞല്ലോ, ചില നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൊറർ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അഗെയിൻ ഐ റിപ്പീറ്റ്, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും സ്പോട്ട് ചെയ്യാൻ പാടില്ല. സ്പോട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് നല്ല മേക്കിംഗ് അല്ലെന്നാണ് അർത്ഥം. മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും പകലിൻ വരാന്തയിൽ വെയിലായി അലഞ്ഞിതാ തമ്മിൽ ചേരുന്നു നാം. തലോടുമിന്നലകൾ കുളിരോർമ തൻ വിരലാൽ തുടരുന്നു സഹയാത്രയിൽ. ഇപ്പോൾ പ്രേക്ഷകർക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഇൻപുട്ടുണ്ട്, സിനിമകളുണ്ട്, സോഴ്സുകളുണ്ട് ഒരുപാട്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു സിനിമ ഇറക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരിക്കും? ഓഫ്കോഴ്സ്, പിന്നെ എൻ്റെ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു സ്റ്റേക്ക് എന്ന് പറയുന്നത് മുടക്കിയ പൈസ തിരിച്ചു കിട്ടണമെന്നുള്ളതാണ്. അതിൽ എൻ്റെയും അത് തന്നെയാണ്. താങ്കളൊരു ആർട്ടിസ്റ്റും കൂടെ ആ ലെവലിലാണ് ഞാൻ അഭിനയിക്കുന്ന സിനിമയെ പറ്റിയാണ് പ്രൊഡ്യൂസിങ് സിനിമ. അഭിനയിച്ചും പ്രൊഡ്യൂസ് ചെയ്യുന്നതായാലും ശരി, ഒരു അഭിനേതാവ് എന്ന നിലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ ആസ് എൻ ആക്ടർ ഞാൻ എപ്പോഴും എന്നെ വെച്ച് സിനിമ എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന സിനിമ ഓടും എന്നുള്ള ഒരു ഗ്യാരണ്ടിയും എനിക്ക് തരാൻ പറ്റില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പരമാവധി ശ്രമിക്കും ഇതൊരു നല്ല സിനിമയാക്കാൻ. പ്രേക്ഷകനെ കണ്ടിട്ട്, എൻ്റെ സിനിമകൾ കണ്ടിട്ട് അയ്യേ എന്ത് പടമാണിത് എന്ന് പറയാതിരിക്കാനുള്ളത് ഞാൻ പരമാവധി ശ്രമിക്കും. അതിലും ഞാൻ എപ്പോഴും വിജയിക്കണമെന്നൊന്നുമില്ല. പിന്നെ സിനിമ ഓടാതിരിക്കുകയോ നമ്മുടെ കയ്യിലല്ല. ആക്ച്വലി നമ്മൾ ഒരു സിനിമ ഓടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും ഫൈനലി അത് നമുക്ക് ഒരു 100% ഇത് ഓടും കേട്ടോ എന്ന് നമുക്ക് അങ്ങനെ അങ്ങനെ നമുക്ക് തോന്നിയാൽ പോലും യു ക്യാൻ നെവർ ബി ഷുവർ. അപ്പോൾ റിലീസിൻ്റെ മുന്നിൽ ഉള്ള ഏറ്റവും വലിയ ടെൻഷൻ ഇത് തന്നെയാണ്, വിൽ ദ ഫിലിം വർക്ക്. കാരണം അതാണ് അൺനോൺ എന്ന് പറയുന്നത്. ഈ സിനിമ നമ്മൾ നന്നായിട്ട് ചെയ്തു, നമ്മൾ ഈ സിനിമയുടെ എൻഡ് പ്രോഡക്റ്റിൽ നമ്മൾ ഹാപ്പിയാണെന്നുള്ളത് നമുക്ക് റിലീസിന് മുമ്പ് നമുക്ക് മനസ്സിലാവും. എഡിറ്റ് കാണുമ്പോഴും അതിൻ്റെ ഫൈനൽ കോപ്പി കാണുമ്പോഴും എല്ലാം നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചോ അത് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. ദി അൺനോൺ എന്ന് പറയുന്നത് ശരി നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ചെയ്തു നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അതുപോലെ പ്രേക്ഷകന് തോന്നുന്നു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഫാക്ടർ. തിരിഞ്ഞു നോക്കുമ്പോൾ കരിയറിൽ ഈ ഒരു അവസ്ഥയിലേക്കുമ്പോൾ ഹാപ്പിയാണോ പൃഥ്വിരാജ് എന്നൊരു ആക്ടറും പ്രൊഡ്യൂസറായാലും ശരി? തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ്. ഇൻ ദ സെൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ഞാൻ ഹാപ്പിയാണ്. ആ സിനിമകൾ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. ഇനിയും മുന്നോട്ടും എന്നെ തേടിയെത്തുന്ന സ്ക്രിപ്റ്റുകൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. പുതിയ ഫിൽം മേക്കേഴ്സ്, ജയകൃഷ്ണനെ പോലെയുള്ള മുൻപ് സിനിമകളൊന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റുകൾ, അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനൊരു ചോദ്യം ചോദിക്കും, ഇത്ര നല്ലൊരു തിരക്കഥ ഇവരെങ്ങനെ വൈ മീ എന്നുള്ള ഞാൻ ചോദിക്കും. അത് എന്നോട് തന്നെ അത് ഭാഗ്യം ആയിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഈ സിനിമ ഇസ്രയുടെ കാര്യം എടുക്കുമ്പോൾ തന്നെ അതിൽ ഈ സോഫ്റ്റ് മൊമെൻറ്റ്സ് ഉണ്ടോ? നേരത്തെ പറഞ്ഞ പാട്ടുകൾ, അങ്ങനത്തെ സോഫ്റ്റ് മൊമെൻറ്റ്സ് ഇതിനകത്തും ഉണ്ടോ? ഞാൻ അതാണ് പറഞ്ഞത്, ഈ എല്ലാ മിനിറ്റും ആൾക്കാരെ പേടിപ്പിക്കുന്ന സിനിമയല്ല, ഇതൊരു വലിയ കഥ പറയുന്ന സിനിമയാണ്. 1941 തുടങ്ങി 2016 അവസാനിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയാണ്.
അപ്പോൾ അതിൽ കഥാപാത്രങ്ങളും അവർക്കിടയിലുള്ള ബന്ധങ്ങളും ആ ബന്ധങ്ങളുടെ നൈർമല്യവും ഒക്കെ ഈ സിനിമയിലുണ്ട്. ഇതിലെ അണ്ടർലൈൻ പ്ലോട്ടിൽ ഒരു പാരാനോർമൽ പ്രസൻസ് ഉണ്ട്. അത് കാരണം ഉണ്ടാകുന്ന സ്കെയർ മൊമെൻറ്റ്സും പേടിപ്പെടുത്തുന്ന സീനുകളുമെല്ലാം സിനിമയിലുണ്ട്. വാട്ട് എവർ സെഡ് ആണ് ഒരു നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു സിനിമാ അനുഭവം ആയിരിക്കില്ല എന്നുള്ളത് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്. അപ്പം ഗാനങ്ങളും ഇതിനകത്ത് 3 പാട്ടുകളുണ്ട്. ഓ അത് ശരി. അപ്പോൾ അല്ല ഈ പല ഗോസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൊറർ സിനിമയിലും കാണുന്ന പാട്ടിൽ ഒരു പാട്ട് ഗോസ്റ്റിന് വേണ്ടി ആയിരിക്കും ഡെഡിക്കേറ്റ് ചെയ്തത് പലപ്പോഴും. അതാണ് പറഞ്ഞത്, അങ്ങനെ നമ്മൾ കണ്ടു പരിചയിച്ച ഹൊറർ സിനിമകളുടെ ഒരു സെൻസ് മലയാളത്തിൽ അടുത്ത കാലത്ത് കണ്ടു പരിചയിച്ച ഒരു ഹൊറർ സിനിമയുടെയും ഒരു ചായ്വില്ല. ഓഫ് കോഴ്സ് എല്ലാ ഹൊറർ സിനിമകൾക്കും അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ടാവും, ഒരു സം ഫോം ഓഫ് പൊസഷൻ. ആ പൊസഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇൻ ദി എൻഡ് ഒരു എക്സോർസിസം അല്ലെങ്കിൽ ദ വേ ദ പൊസഷൻ ലീവ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലോട്ട് സ്ട്രക്ചർ ഉണ്ടാവും. അത് ഇതിനുമുണ്ട്. പക്ഷേ അതിൻ്റെ പ്ലോട്ടിൻ്റെ ബോഡിയൊക്കെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെൻ്റ് ആണ്. ഞാൻ ബോംബെയിൽ കുറച്ച് സുഹൃത്തുക്കൾ സിനിമ കണ്ടു. അപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇതിൻ്റെ പ്ലോട്ട് ഇതിനു മുമ്പ് ആരും ചിന്തിക്കാത്തത്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഇന്ത്യയിൽ 2 സ്ഥലങ്ങളിലെ ഈ ഒരു പ്ലോട്ടിന് സാധ്യതയുള്ളൂ. ഒന്ന് കൊച്ചിയും ഒന്ന് കേരളവും ഒന്ന് ഗോവയും. കാരണം ഒരു ജൂയിഷ് സെറ്റിൽമെൻറ്റ്സ് അങ്ങനെ ട്രഡീഷണലി ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ ഈ 2 സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലേ ഉള്ളൂ ഇത്. അപ്പോൾ എന്നോട് 2012 ജയകൃഷ്ണൻ എന്നെ ഒന്ന് മീറ്റ് ചെയ്യുന്നതും. 2012 അൻവറിൻ്റെ ഷൂട്ടിംഗ് എപ്പോഴായിരുന്നു? 2011 എനിക്ക് ഓർമ്മയില്ല. അൻവറിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് ജയകൃഷ്ണൻ എന്നെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ജയകൃഷ്ണനോട് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ജയകൃഷ്ണനോട് അന്നേ പറഞ്ഞാണ്, ജയകൃഷ്ണൻ എൻ്റെ ഡേറ്റ് കിട്ടാൻ കുറച്ച് സമയമാകും. അപ്പോൾ ഞാൻ എനിക്ക് ധൃതിയൊന്നുമില്ല, എപ്പോൾ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു അത് ഓക്കെ, പക്ഷേ അതിന് മുമ്പ് ചിലപ്പോൾ വേറെ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട് എന്ന് ഞാൻ ജയകൃഷ്ണനോട് അന്നേ പറഞ്ഞതാണ്. പക്ഷെ ആരും ചെയ്തില്ല. അത് സർപ്രൈസിങ് ആണ് ആക്ച്വലി. വിടവാങ്ങുമീ രാത്രി തൻ